ഹായ് ഗൈസ്, ടർബോ 70 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് 100 കോടിയിലേക്ക് എത്തോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം 4 ദിവസം കൊണ്ടാണ് 52 കോടിയിലേക്ക് ടർബോ എത്തിയത്. അതിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് 70ലേക്ക് എത്തിയത്. ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്തു വിട്ടിരുന്നില്ല. ഇന്നലെയാണ് കറക്റ്റ് 70 കോടിയിൽ എത്തി എന്നുള്ളത് മമ്മൂട്ടി കമ്പനി പേജിലിട്ടിരുന്നത്. അപ്പൊ നമ്മൾ ഇനി വരുന്നത് കുട്ടികളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നു. ഇനി തിരക്ക് ഉണ്ടാവോ എന്നുള്ളതാണ് സംശയം. അപ്പൊ നമ്മളിവിടെ തൃശ്ശൂർ ജോർജേട്ടൻ സ്റ്റാഡിലുണ്ട്. ഇപ്പോ അവിടെ തിരക്കുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നെഗറ്റീവുകൾക്കിടയിലാണ് മമ്മൂട്ടി ചിത്രം ടർബോ 70 കോടിയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം കുറെ യൂട്യൂബേഴ്സും കുറെ സോഷ്യൽ മീഡിയയിലും മൊത്തം നെഗറ്റീവാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ മോശമാണ്, കഥയില്ല, ആൾക്കാരില്ല തിയേറ്ററിൽ നിന്നൊക്കെ. പക്ഷെ ഇന്നലെ ഞായറാഴ്ച പോലും ഗംഭീര തിരക്കാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. 2 ഷോയാണ് ജോർജേട്ടൻ സ്റ്റാഡിൽ ഉണ്ടായിരുന്നത്. രാവിലെ 11 മണിക്കും രാത്രി 10:20-നും 2 ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു. ഇന്ന് ചൊവ്വാഴ്ചയാണ്, കുട്ടികളുടെ സ്കൂളും കാര്യങ്ങളും ഒക്കെ തുറന്നു. അപ്പോ ഇപ്പോ എങ്ങനെയാണ് തിയേറ്ററിൽ ആളുണ്ടോ, ഫാമിലീസ് ഉണ്ടോ, യൂത്ത് പിള്ളേർ ആരെങ്കിലും ഉണ്ടോ, എങ്ങനെയാണ് തിയേറ്ററിന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും രാഗത്തിലായിട്ട് നമുക്ക് പോയി നോക്കാം. തൃശ്ശൂരിൻ്റെ മണ്ണിൽ രാജകീയമായി നിൽക്കുന്ന ഒരു തിയേറ്ററാണ് ജോർജേട്ടൻസ് രാഗം. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. കാറുകളിലൊക്കെ ആയിട്ട് കുറേ ഫാമിലീസ് വന്നിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തും അത്യാവശ്യം ആളുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കടന്നാലും അതേ അവസ്ഥ തന്നെയാണ്. കുറേ ഫാമിലീസ് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഓർക്കണം, ഇന്നൊരു ചൊവ്വാഴ്ചയാണ്. സിനിമ റിലീസ് ചെയ്തിട്ടുന്നൊരു 14 ദിവസത്തോളമായി. 70 കോടി ക്ലബിലെത്തിയിട്ടും ചൊവ്വാഴ്ച ദിവസമായിട്ടും ഇവിടെ കാണുന്നൊരു ഗംഭീര തിരക്കാണ്. പലരും പറയുന്നുണ്ട് തിയേറ്ററുകളിൽ ആളില്ല, കാര്യങ്ങളില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ലൈവ് കാഴ്ചയാണ്. കാരണം അത്രയധികം ഫാമിലീസാണ് ചൊവ്വാഴ്ചയായിട്ടും വന്നിട്ടുള്ളത്. സിനിമയെ തകർക്കാനായിട്ട് പലരും നെഗറ്റീവ് കമൻസും റിവ്യൂസും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പൂണ്ട് വിളയാടുണ്ട്. പക്ഷേ അതിനൊക്കെ എന്താ പറയുക, എതിർത്ത് വിജയിച്ച് വന്നൊരു സിനിമയായിട്ടാണ് നമ്മൾ ഈ ടർബോനെ കാണുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു തിയേറ്ററാണ് തൃശ്ശൂർ ജോർജേട്ടൻ രാഗം. അവിടെയാണ് ഇപ്പോഴും എന്താ പറയുക ഗംഭീര തിരക്ക്. 2 ഷോയാണ് കളിക്കുന്നതെങ്കിലും 2 ഷോയും ഏകദേശം ഫുള്ളാണ്. ഇന്നത്തെ ദിവസം ഒരു 50% ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ട്. ഇനി രാത്രി 10:20-നുള്ളതാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോകാറുള്ളത്. അപ്പോൾ ടർബോയുടെ വിജയമാണ് നമ്മൾ നേരിട്ട് കാണിച്ചു തരുന്നത്. നെഗറ്റീവ് പറഞ്ഞവർക്കുള്ളൊരു ചുട്ട മറുപടിയാണ് തൃശ്ശൂർ ജോർജേട്ടൻ സ്റ്റാഡിലെ ഈ തിരക്ക്. നിങ്ങൾ കണ്ടു കാണുന്ന വിചാരിക്കുന്നു ജോർജേട്ടൻ സ്റ്റാഡിലെ തിരക്ക്. കാരണം ഇന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഗംഭീര തിരക്കല്ല നമ്മളിപ്പോൾ കണ്ടത്. ഒരു ചൊവ്വാഴ്ച ദിവസമായിട്ടും 70 കോടി ക്ലബിലെത്തിയ ഒരു സിനിമ 15-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ള തിരക്കാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് തീരെ തിരക്കുണ്ടാവില്ല, ഇതൊരു 100 കോടി ക്ലബിലേക്ക് എത്താനുള്ള ഒരു പടം ഉണ്ടാവില്ല എന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ തിയേറ്ററിൽ എത്തിയപ്പോ കുറെ ഫാമിലീസിനെ കണ്ടപ്പോ, എന്താ പറയാ, കുറെ പേര് ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ കണ്ടപ്പോ എന്താ പറയാ, നമ്മളൊരു മലയാള സിനിമ ഒരു 100 കോടി ക്ലബിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. കാരണം അത്രയധികം നെഗറ്റീവ്സ് പ്രചരിപ്പിച്ചൊരു സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഫാമിലീസ് ഏറ്റെടുത്തു, യൂത്ത് ഏറ്റെടുത്തു. അങ്ങനെ ടർബോ ഒരു 100 കോടിക്ക് എത്താനുള്ള എല്ലാ ചാൻസും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ഇനിയുള്ള ദിവസങ്ങളിലും, ഇനി വരുന്ന ശനി ഞായർ, അതുകൂടാതെ ഇപ്പോഴുള്ള പ്രവൃത്തി ദിവസങ്ങളിലൊക്കെ ഏകദേശം ഒരു 50%-ഓളം തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ടർബോ 100 കോടി ക്ലബിലേക്ക് എന്തായാലും എത്തും. അപ്പോൾ അങ്ങനെ നമ്മുടെ ടർബോ സിനിമ, മമ്മൂക്കയുടെ 73-ാം വയസ്സിലെ ഒരു മാസ് സിനിമ 100 കോടി ക്ലബിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമ 100 കോടി ക്ലബിൽ എത്തുമോ? നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.